യാത്ര വചന വഴിയെ ഹൃദയമയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകം മുഴുവനുള്ള എല്ലാ ഷാലോം ടിവിയുടെ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് വിപിനും ദിവ്യയും അവരുടെ കുടുംബവുമാണ്. അവരെ നാട്ടിൽ നിന്ന് ഈ മണ്ണിലേക്ക് ദൈവം പറിച്ചു നട്ടപ്പോൾ വിശ്വാസത്തിൽ അവരെ നയിച്ച വഴികളും അതുപോലെ തന്നെ ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ സഭയോട് ചേർന്ന് അവർ നിർവഹിക്കുന്ന ഓരോ കാര്യങ്ങളുമാണ് നമ്മളോട് ഷെയർ ചെയ്യുക. ഈ ജീവിതത്തെ നമുക്ക് ശ്രമിക്കാം. സ്വാഗതം. വിപിൻ, നാടും അതുപോലെ തന്നെ കുടുംബത്തെയൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് വിപിൻ. ഞാൻ താമരശ്ശേരി രൂപതയിൽ, കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി രൂപതയിൽ മരുതോങ്കര എന്ന് പറയുന്ന ഒരു ഇടവകയിൽ നിന്നാണ് വരുന്നത്. ദിവ്യ മൂലമറ്റം ഇടവകയിൽ നിന്നാണ്. അതുപോലെ ഞങ്ങൾക്ക് 3 മക്കൾ. മൂത്തയാൾ ഇവാൻ, രണ്ടാമത്തെ ആൾ എവ്ലിൻ, മൂന്നാമത്തെ ആൾ എലൈൻ. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു ജീവിതത്തിൽ ഒത്തിരിയേറെ ദൈവം ഏൽപ്പിക്കുന്ന, സഭ ഏൽപ്പിക്കുന്ന പല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അപ്പം ഞങ്ങൾക്കെല്ലാവർക്കും നിങ്ങളെ ഇപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങളെ ഈ കുടുംബത്തെ ഒരു പരിധിക്കപ്പുറം എല്ലാവർക്കും അറിയാം. ഈ ദേവാലയത്തിൽ എല്ലാവർക്കും വളരെ ഇഷ്ടവുമാണ്. അപ്പോൾ ഈ ഒരവസ്ഥയിലേക്ക് നിങ്ങളെ നയിച്ച വിശ്വാസ പരിശീലനം എങ്ങനെയായിരുന്നു? വിപിൻ പറയൂ. നമ്മൾ ദുബായ് വരുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ ഒരു ചെറുപ്പകാലത്തുണ്ടായ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ നിന്നുണ്ടായിരുന്ന ആ ഒരു ഗൈഡൻസ്, അതായത് ആത്മീയ കാര്യങ്ങൾ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ഒരു വലിയൊരു തിരിച്ചറിവ് നമുക്ക് ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ചെറിയ പ്രായത്തിൽ, എനിക്ക് 2 സഹോദരന്മാരുണ്ട്. ഞങ്ങൾ 3 പേരും അൽത്താര ബാലകരായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ വേദപാഠ ക്ലാസ്സുകളൊക്കെ വളരെ സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന സഹോദരന്മാരാണ്. അതുപോലെ പിന്നീടുള്ള കാലങ്ങളിൽ ഞാൻ പഠനം കഴിഞ്ഞ് ബാംഗ്ലൂർ പോയി അവിടെ പഠിക്കുന്ന കാലത്തിലൊക്കെ തന്നെ പള്ളിയോട് വളരെ ചേർന്ന്, അത് അച്ഛന്മാരുടെ കോളേജായിരുന്നു, അതിനാൽ തന്നെ പള്ളിയോട് വളരെ ചേർന്നായിരുന്നു നമ്മളുടെ വളർച്ച. അതിൻ്റെ തുടർച്ചയെന്നോണം ദുബായിൽ വന്നപ്പം ഒരുപാട് കൂടുതലായിട്ട് നമുക്ക് ആത്മീയമായിട്ട് വളരാനുള്ള സാഹചര്യം. വിശ്വാസ പരിശീലനം അഥവാ വോൾട്ടർ ബോയ്സ് ആയിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സഹോദരങ്ങളെല്ലാം ഒന്നിച്ച് ദേവാലയത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു പ്രചോദനം, ഒരു പക്ഷേ ചെറുപ്പത്തിൽ നമ്മളെ സ്വന്തം ഇഷ്ടമാകണമെന്ന് നിർബന്ധമില്ല, പേരൻസ് അതിനു വേണ്ടി തന്ന ഒരു ഗൈഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആകാം. അതെന്തായിരുന്നു അത് കാരണം? തീർച്ചയായിട്ടും നമ്മളുടെ ആ നാട്ടിലെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒന്ന് വളരെ ക്രിസ്തീയമായിട്ട് നല്ല അടിസ്ഥാനമുള്ള ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലം, അത് മാതാപിതാക്കൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചെറിയ പ്രായത്തിൽ പോയി പള്ളിയിൽ ഡെയിലി രാവിലെ പോകാന്നൊക്കെ പറഞ്ഞാൽ അത്ര ഭയങ്കര ഇഷ്ടമുള്ള സംഭവമല്ല. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ക്രിസ്മസിനൊക്കെ 25 ദിവസം പള്ളിയിൽ പോകാന്ന് പറയുന്നത് തണുപ്പും അപ്പം വളരെ നിർബന്ധമായിരുന്നു അതൊക്കെ. അപ്പോൾ നമ്മളത് 3 പേരും പോകുന്നു. പിന്നെ പ്രത്യേകിച്ച് ആൾക്കാർ ശുശ്രൂഷകരാണ്. അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട്
ഒരു ഒരു കുറച്ച് പുഷ്, പിന്നീട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടായി മാറും. ഭാഗമായി മാറുന്നു. അതാണ് കറക്റ്റ്. അതെ. അതായത് ആദ്യം എല്ലാവരും സ്വന്തം ഇഷ്ടത്തിന് മക്കൾ പോകണമെന്നില്ല, എന്നാൽ പിന്നീട് അത് അവരുടെ പാർട്ടായി മാറി കഴിയുമ്പോൾ നമ്മുടെ ഒരു ജീവിത ശൈലിയിലേക്ക് അത് തന്നെ മാറി അല്ലേ. ദിവ്യ പറയൂ, ദിവ്യയുടെ കുടുംബം അതുപോലെ തന്നെ ബാല്യം, വിശ്വാസത്തിലെ മാതാപിതാക്കന്മാരുടെ ഒരു പ്രചോദനമൊക്കെ എന്ന് പറയും. എനിക്ക് എൻ്റെ ഡാഡി മമ്മി പിന്നെ ഒരു ആങ്ങളെയാണ് ഞങ്ങൾ ഉള്ളത്. ഡാഡി മമ്മിയും അത്ര കരിസ്മാറ്റിക് ഒന്നും അല്ലെങ്കിലും ചെറുപ്പത്തിൽ തന്നെ അവർക്ക് കിട്ടിയ ഒരു വിശ്വാസം ഞങ്ങളിലേക്ക് പകരുന്നതിൽ അവർ നിർബന്ധം ചെലുത്തിയിരുന്നു. ഇപ്പോൾ ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ആണെങ്കിൽ പള്ളിയിൽ പോകാൻ വെറുതെ കിടന്നുറങ്ങിയാൽ പറയും, എന്തിനാ ഇങ്ങനെ വെറുതെ കിടന്നു, രാവിലെ പള്ളിയിൽ പോയിക്കൂടെ, അങ്ങനെ നിർബന്ധിച്ച് ഞങ്ങളെ പള്ളിയിൽ വിടുമായിരുന്നു. അതുപോലെ തന്നെ കുരിശ് വരയ്ക്കാനാണേലും ഞങ്ങൾ ചിലപ്പം കുരിശ് വരയ്ക്കുമ്പോൾ ഇരുന്ന് ഉറങ്ങിയാലൊക്കെ ചൂരലൊക്കെ ആയിട്ടിരിക്കും പുറകിൽ. അതുപോലെ അത്രയും ഭക്തിയോടെ കുരിശ് വരയ്ക്കണം എന്നൊക്കെ നിർബന്ധമുള്ള ഒരു കുടുംബത്തിൽ നിന്നായിരുന്നു. ഇപ്പം ഞാൻ വിചാരിക്കും അതൊക്കെ ശരിക്കും എനിക്കിപ്പം ഭയങ്കര ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് വളരാനായിട്ട് ആ പരിശീലനം വളരെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ വിപിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴും കല്യാണം കഴിച്ച് ചെന്നപ്പോഴും അവിടെയും അടിയുറച്ചൊരു വിശ്വാസമാണ്. അതെ അതെ. എനിക്ക് അത്ര എൻ്റെ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലോട്ട് പോയി എന്ന് തോന്നിയില്ല. കാരണം ആ ഒരു വിശ്വാസവും പരിശീലനം എല്ലാം സെയിം ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്ര ഞാനൊരു വേറെ വീട്ടിലോട്ടാണെന്നുള്ളൊരു മാറ്റം എനിക്ക് അത്രയും ഫീൽ ചെയ്തിട്ടില്ല. അതാണ് അതൊരു വലിയ സത്യമാണ്. ദൈവത്തിൻ്റെ ആ കൃപയുടെ നിറവാണത് സത്യത്തിലല്ലേ. കുടുംബങ്ങളെ യോജിപ്പിക്കുമ്പോഴും പ്രാർത്ഥനയുള്ള കുടുംബങ്ങളെ ഒന്നിപ്പിക്കുമ്പോൾ അന്യ വീടാണെന്നോ അല്ലെ പുതിയൊരു വീട്ടിൽ ചെന്നെന്നൊന്നും നമുക്ക് തോന്നില്ല, നമ്മളെ സ്വന്തം തന്നെയായി മാറുക. അത് ആ പ്രാർത്ഥനയിലെ ഒന്നിപ്പിക്കലാണ് സത്യത്തിൽ. അപ്പോൾ എനിക്കത് വളരെ സന്തോഷമുണ്ട് ഇത് കേട്ടിട്ട്. ഇനി നിങ്ങൾ ദുബൈയിലേക്ക് കടന്നു വന്ന അവസ്ഥയും ആ ദുബൈയിൽ വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ബിബിൻ പറയേണ്ടത്. തീർച്ചയായിട്ടും. ദുബായിൽ വരുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾ CST ധ്യാനകേന്ദ്രം മടിവാളയിൽ ഞങ്ങളുടെ വീട് തൊട്ടടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ധ്യാനകേന്ദ്രത്തിലൊക്കെ റെഗുലറായിട്ട് വീക്കെൻഡ്സിലൊക്കെ അതുപോലെ നൈറ്റ് വിജിലിനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അതൊരു കെരിസ്മാറ്റിക് പ്രയറിൻ്റെ ഒരു തുടക്കം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അത് ദൈവത്തിന് ഇത്രയും വലിയൊരു പദ്ധതി ഉണ്ടെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. ദുബായിൽ വരികയും ഞാനാണ് ആദ്യം വരുന്നത്. ഞാൻ വന്നത് 10 വർഷം മുന്നേ ഞാൻ വന്നു. അന്ന് ദിവ്യ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. അപ്പം അപ്പുക്കുട്ടനും ഇവാനുമാണുള്ളത്. അപ്പോൾ ഞാനിവിടെ വന്ന് ഞാൻ ആദ്യം താമസിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി പോലെ ബർദുബായിൽ ഒരു ഫാമിലിയുടെ കൂടെയാണ്. അവർ കരിസ്മാറ്റിക്കിൽ ജുമേറ കൂട്ടായ്മയിലുള്ള ആൻറ്റി അങ്കിളുമായിരുന്നു. അപ്പം അവരാണ് ആദ്യമായിട്ട് തന്നെ ഇതിലോട്ട് ഇങ്ങനെ കരിസ്മാറ്റിക്, അങ്ങനെയാണ് ഞാനിവിടെ കരിസ്മാറ്റിക് പ്രയറൊക്കെ ഉണ്ടെന്നറിയുന്നത്. പക്ഷെ എന്നാലും ഞാൻ അത്ര റെഗുലറായിട്ട് പോകാൻ തുടങ്ങിയിരുന്നില്ല. അവിടെ നിന്ന് ഞാൻ പിന്നെ ഇൻ്റർനാഷണൽ സിറ്റിയിലോട്ട് ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് താമസിച്ചായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് അന്ന് മാത്യു ആൻ്റണിയൊക്കെ അവിടെ കോർഡിനേറ്ററൊക്കെ. അപ്പോൾ അവരെന്നെ നിർബന്ധിച്ച് വിളിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് റെഗുലറാകാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കൂടുതൽ നമുക്കൊരു ദൈവത്തിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബലഹീനത വരുമ്പോഴാണല്ലോ നമ്മൾ ആശ്രയിക്കാനായിട്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മളൊരു ചെറുപ്രായം ഒരു കമ്പനി തുടങ്ങുന്നു, അതിൻ്റെ ബാലാരിഷ്ടതകളൊക്കെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ കൂടുതൽ ദൈവത്തിലോട്ടുള്ള ഒരു ആഴത്തിലുള്ള ഒരു തിരിഞ്ഞു നോക്കലായിരുന്നു അത്. അവിടുന്ന് പിന്നെ പെട്ടെന്ന് ഞാൻ ക്യുസൈസിലോട്ട് മാറി. അപ്പോൾ ദിവ്യയും എൻ്റെ കൂടെ ജോയിൻ ചെയ്തു. പിന്നെ നമ്മൾ കിസൈസിലെ ഒരു പ്രെയർ ഗ്രൂപ്പിൽ റെഗുലറായിട്ട് പോകാൻ തുടങ്ങി. ഇന്നേ വരെ നമ്മളത് മുടക്കിയിട്ടില്ല. അതുപോലെ പിന്നെ കോർ മെമ്പറൊക്കെ ആയി. അങ്ങനെ പിന്നെ വളരെ തീർച്ചയായിട്ടും. പിന്നീട് ഇവിടെ ദുബായിയുടെ ഒരു പ്രത്യേകത, നമുക്ക് ഈ ഇടവകയിൽ വളരാനുള്ള ഒത്തിരി അവസരങ്ങളുണ്ട്. നമ്മളൊന്ന് വിട്ടുകൊടുത്താൽ മതി. നമ്മളതിന് സമയം കണ്ടെത്തിയാൽ നമ്മളെ ദൈവത്തിന് എടുത്തുപയോഗിക്കാനുള്ള ഒരുപാട് മേഖലകളുണ്ട്. അതുപോലെ ഇവിടെ അതിനുള്ള ആവശ്യവുമുണ്ട്. അപ്പം നമ്മളതിന് സമയം കൊടുക്കുക എന്നുള്ളത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും താല്പര്യത്തോടെ നമ്മളിതിനു വേണ്ടി കുറേയൊക്കെ സമയം കൊടുക്കാനായിട്ട് തയ്യാറായി. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം ദിവ്യ ഇവിടെ തിയോളജി കോഴ്സ് പഠിക്കുന്ന സമയം ഞാൻ ഓർക്കുകയാണ്, BTH അല്ലേ. ആ സമയത്ത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അന്ന് ഞാൻ ഓരോ പ്രാവശ്യം വിളിക്കുമ്പോൾ പരീക്ഷയ്ക്കൊക്കെ ഈ കുഞ്ഞല്ലേ, ഈ കുഞ്ഞിനെ ഗർഭിണിയായിരുന്ന സമയത്താണ് പരീക്ഷ. പൂർണ്ണ ഗർഭിണിയായിട്ട് വന്നിരുന്ന ദിവ്യ പരീക്ഷ എഴുതുന്നത് ഞാൻ ഒരിക്കലും മറക്കാത്തൊരു അനുഭവമായിരുന്നു. എന്താണ് ആ പഠിക്കാൻ അത്രയേറെ സാധാരണക്കാർക്ക് പറ്റില്ല. അതിൻ്റെ എല്ലാ ക്ഷീണത്തോടും കൂടിയും അത് മുടക്കുന്നില്ല ഞാൻ. അതുപോലെ ഗ്രാജുവേഷൻ മേടിച്ചു, അത് മുടക്കില്ല, എനിക്കത് പഠിച്ചേ പറ്റൂ. അതിന് അത്രയും ശക്തമായ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? തിയോളജിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം മാറ്റിമറിച്ചൊരു സംഭവമായിരുന്നു.
കാരണം ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് ഈ തിയോളജിയുടെ പഠനം. പ്രത്യേകിച്ചും ചർച്ച് ഹിസ്റ്ററിയൊക്കെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും സഭ എന്താണ്, നമ്മുടെ പാരമ്പര്യം എന്താണ്, അതൊക്കെ ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട എൻ്റെ ആവശ്യം എന്താണ്, ഇതൊക്കെ ചിലപ്പോൾ ഞാൻ ഇത്രയും 30-31 വയസ്സായിട്ടാണ് ഞാൻ അറിഞ്ഞത് സഭയുടെ ചരിത്രം എന്താണെന്ന്. പക്ഷേ ഞാൻ നേരത്തെ അറിയേണ്ടതായിരുന്നു. അപ്പോൾ എൻ്റെ മക്കൾക്കും പുതിയ തലമുറയ്ക്ക് അതെങ്ങനെ പറഞ്ഞു കൊടുക്കണം, ഇതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ മനസ്സിലായി എനിക്ക് തിയോളജിയുടെ. അപ്പോൾ ആദ്യമൊക്കെ സെമസ്റ്ററുകൾ ഞാൻ പഠിച്ചതൊരു ഭയങ്കര നമ്മളെന്താ ആവേശത്തോടെ വായിച്ച് വിടുമായിരുന്നു. അത് ഭയങ്കര നല്ല കോഴ്സായിരുന്നു. എനിക്കറിയാം ലിസ് ചേച്ചിയുടെയൊക്കെ എഫേർട്ട് അതിൻ്റെ പുറകിൽ എന്തോരം ഉണ്ടെന്ന് എനിക്ക്. പ്രത്യേകിച്ച് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചാൽ പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു വാചകം ഇതാണ്. പൗലോസ്ലീഹ കൊരിന്തോസർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചതെന്ന്. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഒരു സെക്കൻഡ് സെമസ്റ്ററിൻ്റെ എക്സാം വന്നു കഴിയുമ്പോഴാണ് ഇവൾ പ്രഗ്നൻ്റ് ആയിട്ടിരുന്നത്. അപ്പോൾ ഞാനത് വായിക്കും, പിന്നെ ക്ഷീണം കൊണ്ട് മടക്കി വെച്ച് കിടക്കും. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ സമയത്തായിരുന്നു അത് ലാസ്റ്റ് എക്സാം വരുന്നത്. അപ്പോഴും ഞാൻ കൊച്ചിനിങ്ങനെ ഒരു കൈ പാല് കൊടുത്തുകൊണ്ടിരുന്ന പുസ്തകം വായിക്കും. അപ്പോൾ ഞാൻ കുറച്ച് വായിച്ച് ചോദിച്ചു, എന്തിനാണ് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കും, ഇതിപ്പോൾ എൻ്റെ കരിയറിനുള്ള കാര്യമല്ലല്ലോ, എന്ന് വേണ്ട വെച്ച് മടക്കി വെച്ചാലും എനിക്ക് മടക്കി വെക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ എടുത്ത് വായിക്കും. അപ്പോൾ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ വിചാരിക്കും തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുഷായിരുന്നു ഞാനത് ചെയ്യണം എന്നുള്ളത്. അത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയും. അതിപ്പോൾ ലോകത്തോട് നമ്മൾ കോടിക്കണക്കിന് ജനം ശാലോമിലൂടെ നിങ്ങളുടെ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാനും വളരെ അഭിമാനത്തോടെ, ഞാൻ കണ്ട ആളായതുകൊണ്ട് ഈ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നപ്പോഴും അത് കുഞ്ഞുണ്ടായി കഴിഞ്ഞും ഒക്കെ പഠിത്തം പൂർത്തിയാക്കി നല്ല മാർക്കോടെയാണ് പാസ്സായത്. ഫസ്റ്റ് ക്ലാസ് മാർക്കാണ് അല്ലേ, നല്ല മാർക്കോടെ. അതിപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളുണ്ട്, ബിബിന് ഒത്തിരി ജോലി ഉത്തരവാദിത്തമുണ്ട്, ദിവ്യയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് ഇതിനെ സമയം കണ്ടെത്തി ദിവ്യ പഠിച്ചിട്ട് ദിവ്യ നിറകണ്ണുകളോടെ ഇപ്പോൾ പറഞ്ഞ് തിരുസഭയെപ്പറ്റി ഞാൻ ആഴത്തിൽ പഠിക്കുന്നത് ഇപ്പോഴായിരുന്നു. സത്യമാണത്. നമുക്ക് ഇടവകയിൽ നിന്നോ അല്ലെങ്കിൽ ബൈബിൾ വ്യാഖ്യാനത്തിൽ നിന്നോ കിട്ടുന്നത് ഒരു അംശം മാത്രമാണ്. ബാക്കി എന്നാൽ നമ്മുടെ സഭ എന്താണെന്ന് പഠിച്ചത് നമ്മളെല്ലാവരും അന്നേരം തന്നെ. ഞാനും പഠിച്ചപ്പോഴാണ് സഭയുടെ ആഴമായ ബോധ്യങ്ങൾ, സഭ ചെയ്ത എത്ര തീക്ഷ്ണമായ പ്രവർത്തനത്തിൻ്റെ ഉത്തരവാണ് നമ്മളെല്ലാവരും എന്നുള്ളത്. അത് പഠിക്കാൻ പറ്റിയതും ഇനി തുടർന്ന് പഠിക്കാനുള്ള തീരുമാനമുണ്ട്. ഇതൊക്കെ അനേക ആയിരങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ആ സമയത്തൊക്കെ പഠിച്ച ഈ കുഞ്ഞ് ശരിക്കും ദൈവം അഭിഷേകം ചെയ്ത കുഞ്ഞായിരിക്കും. അതിനെ എന്നും സഭയുടെ ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും, ഒരു സംശയമില്ല. കാരണം അതാണ് എനിക്ക് പറയാനുള്ളത്. ആ കുഞ്ഞ് കേട്ടത് മുഴുവൻ നമുക്കറിയാലോ, സയന്റിഫിക്കലി അത് തെളിയുന്നുണ്ടല്ലോ. അമ്മ നല്ല പാട്ട് കേട്ടാൽ ആ കുഞ്ഞിനെ അത് സ്വാധീനിക്കുന്നെങ്കിൽ ദൈവശാസ്ത്രം ഇരുന്ന് അമ്മ പഠിക്കുകയാണ്. അതും ചുമ്മാനുള്ള കാര്യമല്ല. തിരുസഭയുടെ രക്തസാക്ഷിത്വവും തിരുസഭയുടെ ശ്രേഷ്ഠതയും അതുപോലെ കൂതാശകളുടെ ശക്തിയൊക്കെ പഠിച്ച അത് കേട്ട് വളർന്ന്, അതുകൊണ്ടായിരിക്കും ഇത് ശാന്തമായിട്ട് കുഞ്ഞിരിക്കുന്നതെന്ന് ഞാനിങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഏതവസ്ഥയിലും പഠിക്കാൻ പറ്റുമെന്ന്, അല്ല ദൈവത്തോട് ചേർന്ന് എന്തും ചെയ്യാൻ പറ്റുമെന്നാണ് ദിവ്യയുടെ അനുഭവം അല്ലേ. ബിബിനിലേക്ക് ഞാൻ കടന്നു വരുവാണ്. ബിബിനെ ഒത്തിരിയേറെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതിനകത്ത് കാരിസ്മാറ്റിക്കിൻ്റെ പ്രെയർ ഗ്രൂപ്പിൻ്റെ കോറിലെ നിന്ന് ഒത്തിരി ശുശ്രൂഷ ചെയ്തു. അതുപോലെ തന്നെ കാറ്റക്കിസം നമ്മുടെ ദേവാലയത്തിൽ വളരെ ശക്തമാണ്. അതൊക്കെ ഒരു പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗത്തും അറിയാവുമെന്ന് പോലും അറിയില്ല. ദുബൈയിൽ ഇതൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി പറയണം. അതുപോലെ തന്നെ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് വളരെ ശക്തമായിട്ട് ഇവിടെ നടക്കുകയാണ്. അത് പലരും കൂടിയവർ പറയുന്നത് ഒരു പക്ഷേ ഒരിടത്തും കിട്ടാത്ത ട്രെയിനിങ് കിട്ടുന്നുണ്ട് ഇവിടെ എന്നാണ്. അതുപോലത്തെ ക്ലാസ്സുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് നമ്മുടെ അലക്സ് അച്ഛൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ വഴികളൊക്കെ ഒന്ന് പറയാമോ? അതെ, ഇത് നമ്മൾ ദുബായിലിരിക്കുമ്പം ഈ പറയുന്ന ശുശ്രൂഷകളൊക്കെ വളരെ അത്ഭുതമായിട്ട് തന്നെ നമുക്ക് തോന്നാം. കാരണം പ്രത്യേകിച്ചും ഇങ്ങനെയുള്ളൊരു രാജ്യത്ത് നമ്മളുടെ വേദപാഠം കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നതാണ് ഒരു വലിയ ശുശ്രൂഷയാണത്. അപ്പോൾ നമുക്കിപ്പോൾ 1200 കുട്ടികളോളമുള്ള ഒരു കാറ്റക്കിസം സ്കൂളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. അതായത് നമ്മളെ ഇവിടെ നമുക്കറിയാം സഭ എന്ന് പറയുന്നത് അനേകം പുഷ്പങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. 23 റീത്തുകളെ ചേർത്ത് വെക്കുന്ന ഒരു പൂക്കളുടെ കൂട്ടമാണ് സഭ. അതിൻ്റെ അകത്ത് നമുക്കറിയാവുന്ന 3 സഭ സീറോ മലബാറും മലങ്കരയും ലാറ്റിനുമാണ്. അപ്പം ബിബിൻ ഇപ്പം പറയുന്നത് സീറോ മലബാർ സഭയുടെ ക്രമത്തിലുള്ള 1200 ആണോ അതോ നമ്മുടെ സെന്റ് മേരീസ് ദേവാലയത്തിന്റെ മൊത്തമാണോ? സെന്റ് മേരീസ് ദേവാലയത്തിൽ 8000-ലധികം കുട്ടികൾ. അതാണ് നമ്മൾ ഒരു ഇൻഫർമേഷൻ. 8000-ലധികം കുട്ടികൾ സെന്റ് മേരീസ് ദേവാലയത്തിൽ കാറ്റക്കിസം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വാസ പരിശീലനത്തിലുണ്ട്. എന്നാൽ സീറോ മലബാർ ക്രമത്തിൽ വേറെ നടക്കുന്നതാണ് 1200-ഓളം കുട്ടികൾ സീറോ മലബാർ ക്രമത്തിൽ കാറ്റക്കിസം അഭ്യസിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സിലബസ് ആണ്. അതെ, അതുപോലെ ഇത് നമ്മളുടെ അലക്സ് അച്ഛൻ്റെ നേതൃത്വത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം ഓരോ ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് മുതൽ അതിൻ്റെ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അലക്സ് അച്ഛൻ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഫലം എന്ന വണ്ണം നമുക്ക് ഒരുപാട് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. എസ്പെഷ്യലി കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുക എന്നതിലുപരി
അതിൽ ആത്മീയമായി വളർത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ അവിടെ അച്ഛൻ എപ്പോഴും വരുന്നു, കുട്ടികളെ കുമ്പസാരിപ്പിക്കുന്നു, പേഴ്സണലായിട്ട് ഓരോ ക്ലാസ്സുകളായിട്ട് കുമ്പസാരിപ്പിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുട്ടികൾ കൂടുതൽ ഈ കൂതാശകളുമായിട്ട് അടുക്കുന്നു. അതുപോലെ അവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നു. അപ്പം അത് തന്നെ ഒരു വലിയ ഒരു ഭാഗ്യമായിട്ട് നമ്മൾ കാണുന്നു വരും തലമുറകൾക്ക്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് 1200 ഇനി ഒരു പക്ഷേ കൂടുതൽ കുട്ടികൾ നമുക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ രണ്ടാമതൊരു വലിയ ശുശ്രൂഷയാണ് മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ്. ഒരു വലിയ പെയിനായിരുന്നു ഈ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് നമുക്ക് ഇവിടെ ഇല്ലാത്തത്. കാരണം നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മളുടെ അവധിയുടെ നല്ലൊരു ഭാഗം ഈ മാരേജ് പ്രിപ്പറേഷൻ ഡേയ്സിന് വേണ്ടിയിട്ട് നമുക്ക് നാട്ടിൽ പോയി ചിലവഴിക്കേണ്ട ഒരു അവസ്ഥ വിടുന്നുണ്ട്. അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ഇവിടെ തന്നെ അധികാരികൾ അതിന് അനുമതി, പ്രത്യേകിച്ച് വോളണ്ടിയർ പിതാവ് അതിന് അനുമതി തരികയും നമ്മൾ നാട്ടിലെ KCBCയുടെ സിലബസ് ഇവിടെ കൊണ്ടുവരികയും നമ്മൾ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അലക്സച്ചൻ പഠിക്കുകയും അതിന് വേണ്ട പ്രൊഫഷണൽസിനെ അച്ഛൻ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഡോക്ടേഴ്സാണ് ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ പ്രോ ലൈഫൊക്കെ എടുക്കുന്നത് PhD ഉള്ള നഴ്സുമാരാണ്. അതുപോലെ തന്നെ പല വിഷയങ്ങളും എടുക്കുന്നത് എക്സ്പേർട്സാണ്. അപ്പോൾ അതുപോലെയുള്ള ആളുകളെ ഇതിലോട്ട് സെലക്ട് ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ് അവോസയുടെ കീഴിലും, അതായത് വികാരിയേറ്റിൻ്റെ കീഴിലുള്ള ട്രെയിനിങ് കൂടാതെ നമ്മളുടെ സിലബസ് പരമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരെ വളരെ ഒരു നല്ല രീതിയിലാണ് ഇതിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് വളരെ സക്സസ്ഫുള്ളായിട്ട് വളരെ ദൈവാനുഗ്രഹത്തോടെ മുന്നോട്ട് വന്നു. ഇന്നിപ്പോൾ നമ്മൾക്കൊരു മാസത്തിൽ, ആദ്യം നമ്മൾ തുടങ്ങിയപ്പോൾ 2 മാസത്തിലൊരിക്കലായിരുന്നു. അന്ന് 70ഓളം കുട്ടികൾ 2 മാസം. ഇപ്പോൾ നമ്മൾ എല്ലാ മാസവും നടത്തുന്നു. എല്ലാ മാസം നടത്തുമ്പോൾ നമുക്ക് ആവറേജ് ഒരു 50 മുതൽ 70 വരെ പാർട്ടിസിപ്പൻസ് എല്ലാ മാസവും തന്നെ അറ്റൻഡ് ചെയ്യുന്നു. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ജീവിതത്തെ ഒന്ന് കൊണ്ടുപോയി എത്തിക്കുക എന്നുള്ളത് ദൈവം ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ കൊണ്ട് എത്തിക്കണമെങ്കിൽ വലിയ ഗൈഡൻസ് ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അതിന് സഭ ഇവിടെ നൽകുന്ന ഒരു വലിയ, നമ്മുടെ ലിനിയച്ചനും അലക്സച്ചനും ഒരുപോലെ നമ്മളെ നയിക്കാൻ വേണ്ടി, പാരിഷ് പ്രീസ്റ്റായ ലിനിയച്ചനും നമ്മുടെ സ്പിരിച്വൽ ഫാദറായ അലക്സച്ചനും ഒരേപോലെ ഈ ഇത്രയും വലിയൊരു ജനസമൂഹത്തെ, വിശ്വാസ സമൂഹത്തെ നയിക്കാൻ വേണ്ടി കാണിക്കുന്ന അവർക്ക് സത്യത്തിൽ നമ്മൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. രാവിലെ തുടങ്ങി ഒരു റെസ്റ്റുമില്ല, ഏതോ സമയത്ത് ഇറങ്ങി നോക്കി റെസ്റ്റില്ല എന്ന് മാത്രമല്ല, ക്വാളിറ്റിയിലൊരു കോംപ്രമൈസും ഇല്ല. അതായത് എനിക്കിത് ചെയ്ത് തീർക്കണം എന്നുള്ളതല്ല, ഇതെത്ര മനോഹരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അലക്സച്ചനായാലും ഒക്കെ നമുക്കത് കണ്ടുപഠിക്കേണ്ട ഒരു വലിയ ലീഡർഷിപ്പ് തന്നെയാണ്. അവരോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെ. അതെ. ഒരു പക്ഷേ ഞാൻ ബിബിനോട് ചോദിക്കുകയാണ്, ബിബിന് നാട്ടിൽ നിന്ന് നിങ്ങൾ കയറി പോരുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ, എനിക്ക് അവസരം, ബിബിനും ഇപ്പോൾ കാറ്റഗിസോ അതുപോലെ തന്നെ മാരേജ് പ്രിപ്പറേഷൻ കൗൺസിലിനായിട്ട് ഒരു ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, ഏത് വിഷയമാണ് ബിബിൻ എടുക്കുന്നത്? ഞാൻ എടുക്കുന്ന വളരെ രസകരമായിട്ടുള്ളൊരു വിഷയമാണ് സൈക്കോളജി, അതുപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. അതാണ്. ഇതൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഈ ദുബായിൽ വരുമ്പോൾ ബിസിനസ് ഓർത്തോ ജോലിക്കൊക്കെയാണ് നമ്മൾ വന്നത് പറയും അല്ലേ, എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കണമെന്നൊക്കെ. പക്ഷേ അതിനെല്ലാം മാറി, റൂട്ടെല്ലാം ഇപ്പം മാറി. നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട് ജീവിക്കാൻ വേണ്ടി, അല്ല നമുക്ക് ജീവിക്കണം, അല്ലെ ജോലി ചെയ്യണം, അത് കറക്റ്റ്. എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് നമ്മളാരും സ്വപ്നത്തിൽ കാണാത്തത്ര പദ്ധതികളിലൂടെ ദൈവം നയിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നവർത്തല്ലോ നമ്മളാരും വന്നേ. ഈ ദേവാലയം നമുക്ക് എന്തെല്ലാം അവസരമാണ് തന്നെ, അതിൻ്റെയൊക്കെ ഒരു നന്ദി എങ്ങനെയാണ് നമ്മൾ ദൈവം തരുന്ന അവസരങ്ങളെ, അതൊക്കെ ഒന്ന് പറയാം. ഓർക്കും, എനിക്ക് ഓർക്കാനുള്ളത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, എനിക്കൊരു വലിയൊരു അപകടം ഉണ്ടായിരുന്നു. ഞാൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്, ഒരു 20 വർഷം മുന്നേ. അതൊരു ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ ജീവിതം നഷ്ടപ്പെടാവുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു അന്ന്. ഒരു വലിയ ക്രിട്ടിക്കൽ ആക്സിഡൻ്റ് ആയിരുന്നു. പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് ദൈവം ഒരു ഒരു പോറൽ പോലും ഏക്കാത്ത രീതിയിൽ എന്നെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെയാണ് എനിക്ക് ഈ നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിന് കുറേ പദ്ധതികളുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. അതായത് നമുക്ക് ദൈവം ജീവൻ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രം എന്നുള്ളതിലുപരി സമൂഹത്തിലോട്ടും അല്ലെ ദൈവികമായ പദ്ധതിക്കും വേണം എന്നുള്ളതൊരു തോന്നലുണ്ടായത്. പിന്നീട് ഞാൻ ദുബായിലോട്ട് വരുന്നു. അപ്പോൾ അതിന് മുന്നെയൊക്കെ ഞാൻ വളരെ ആക്റ്റീവാണ് സോഷ്യലായിട്ട്, അതായത് പല ക്ലബ്ബുകളിലും ഒക്കെ ആയിട്ട് ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ അതൊരു ദൈവികതയിലോട്ട് മാറിയത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ദുബായിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ്. അപ്പം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടതുപോലെ ഞാൻ ഒരു സോഷ്യൽ ആക്ടിവിറ്റീസിൽ നിന്നൊക്കെ മാറുകയും ഞാൻ കൂടുതലായിട്ട് ദേവാലയത്തോട് പ്രയോറിറ്റി സെറ്റ് ചെയ്തപ്പം ഫസ്റ്റ് പ്രയോറിറ്റി ദേവാലയത്തിന് കൊടുത്തു. അതെ, അത് അവിടെയാണ് എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ മാറ്റം. അപ്പോൾ ഈ സോഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ അതിൻ്റെ കൂടെ പാക്കേജായിട്ട് വരുന്ന പലതും ഉണ്ട്.
അപ്പോൾ ഈ പാക്കേജസിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി. അതാണ്, അതായത് ഈ ചെറുപ്രായത്തിൽ, അത് ഞാൻ ഈ സംസാരിക്കുന്ന ഒരു 29 വയസ്സിൽ 28 വയസ്സിലാണ് ഞാൻ ദുബായിൽ വരുന്നത്. അപ്പം അന്ന് എൻ്റെ മനസ്സിൽ വന്ന ഇതാണ്, നമ്മൾ ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് 2 പ്രയോറിറ്റീസ് ഒരുപോലെ പറ്റില്ല, ഏതെങ്കിലും ഒന്നിനെ പറ്റും. അപ്പം ഇപ്പോഴും ഞാൻ മനസ്സിൽ പ്രാർത്ഥനയോടെ ഓർക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഭാര്യയ്ക്ക് പോലും, ദിവ്യയ്ക്ക് പോലും ഒരു സർപ്രൈസ് ആയിരുന്നു ഞാനിങ്ങനെ ഒരു ഡെസിഷൻ പറയാണ് ഇന്ന് മുതൽ ഇന്നതിനൊന്നും ഞാൻ വേണ്ടെന്ന് വെച്ചു. അത് നമുക്ക് മനസ്സിലായി. അതെ. അപ്പോൾ ഒരു 10 വർഷങ്ങൾക്കിപ്പുറേ ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് എന്താ പറയുന്ന ഒരു വളരെയധികം ആത്മീയമായിട്ട് ഞാൻ സന്തോഷിക്കുന്നു. കാരണം ദൈവം നമുക്കൊരു ജീവിതം തന്നു, അതിൽ നമ്മളെ വലിയൊരു പരീക്ഷണത്തിലൂടെ കടന്നുപോയി ഒരു ജീവിതം വീണ്ടും നമുക്ക്. ശരിക്കും പറഞ്ഞാൽ വിപിൻ ചിന്തിച്ചു, ഒരു സെക്കൻഡ് ലൈഫാണ് എനിക്ക് ദൈവത്തിന്റെ ഗിഫ്റ്റ്, ദാനമാണ്. ആദ്യം തന്നത് ദൈവത്തിന്റെ ദാനമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ വലിയൊരു പ്രശ്നം വന്നപ്പോൾ നല്ല ബോധ്യം ഊട്ടി ഉറപ്പിച്ചു. ഇത് എനിക്ക് തന്ന ഒരു 2ാം വരവാ, ഇതിനെ ഞാൻ ദൈവത്തോടു കൂടി അങ്ങ് ചെലവഴിക്കുന്നേ ഉള്ളൂ, അല്ലേ? അതെ. പിന്നീട് ഒരുപാട് ശുശ്രൂഷ മേഖലകളിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ദൈവത്തിനൊരു പദ്ധതി എന്ന രീതിയിലാണ് ഈ ലീഡർഷിപ്പ്. യാദൃച്ഛികമല്ലെന്ന് മനസ്സിലായി. അല്ലല്ല, അതെ, ഒന്നും നമ്മൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ ഇത് വേണം എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ച് നമ്മൾ പ്രവർത്തിച്ചിട്ടില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് നിന്നപ്പോൾ ഈ ലീഡർഷിപ്പൊക്കെ വന്നതാണ്. അപ്പം ഈ നമ്മളുടെ ഒരു സഭയുടെ ഒരു നേതൃത്വം ഏറ്റെടുത്ത സമയത്ത്, സിറോ മലബാർ പ്രസിഡൻ്റായി വന്ന സമയത്ത് ഒരുപാട് പ്രായമുള്ളവരും എക്സ്പീരിയൻസ് ഉള്ളവരും ഉണ്ട്. അവിടുന്ന് ദൈവം, അതെ, അതൊരു വിളിയായിരുന്നു. അപ്പം നമ്മളത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും, പിന്നെ അതുപോലെ ഈ ലീഡർഷിപ്പ് എന്ന് ഉള്ളത് ദൈവത്തിന് സർവീസ് ചെയ്യാനാണെന്നുള്ള ഒരു ബോധ്യം നമുക്കെപ്പോഴും, എനിക്കെപ്പോഴും ഉണ്ട്. അതൊരു അധികാരമല്ല, അതൊരു സർവീസിന് വേണ്ടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. തീർച്ചയായിട്ടും. ദിവ്യ, ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം, അമ്മ 3 കുഞ്ഞുങ്ങളെ വളർത്തി, ഈ ഒരു ചെറിയ നമ്മളെ നാട്ടിലെ പോലെ വല്യമ്മയും ബന്ധുക്കാരും ഒന്നും വന്ന് ഈ കുഞ്ഞുങ്ങളെ ഒന്നും നോക്കാനൊന്നും ഇല്ലാത്തടത്താണ് നമ്മൾ തന്നെ ഈ മക്കളുടെ കാര്യം നോക്കി ശുശ്രൂഷകൾ പറയുന്നതൊക്കെ പറ്റുന്ന പോലെയൊക്കെ ചെയ്ത് അതിൻ്റെ അകത്ത് പ്രയറിലൊക്കെ വന്നിരുന്ന് എല്ലാം ചെയ്യാനുള്ള ഒരു വലിയ കൃപ ദൈവം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം വിപിനിൽ വന്ന മാറ്റം, ഒരുപക്ഷെ ആഘോഷങ്ങൾ, വിപിൻ പ്രശ്നക്കാരനൊന്നുമല്ല, സാധാരണക്കാരനായ മനുഷ്യനാണ്, പക്ഷേ കുറച്ചുകൂടെ ആഘോഷങ്ങളെ ദൈവത്തോട് ചേർന്ന് ആഘോഷമാക്കി മാറ്റിയെന്നുള്ളൂ. മറ്റത് ഇച്ചിരി ലോകത്തിൻ്റെ ആഘോഷങ്ങളെ ഉണ്ടായിരുന്നു, അതിനെ റൂട്ടൊന്ന് തിരിച്ചു വിട്ടു. അപ്പോഴൊക്കെ ദൈവം ഇടപെടുന്ന വഴികൾ, ഇതൊക്കെ ഈ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി ദിവ്യ ഈ അപ്പനും അമ്മയും നമുക്ക് പകർന്നു തന്ന വിശ്വാസം, പ്രാർത്ഥനയിൽ ഇവരെ കൃത്യമായി നോക്കാറുണ്ടോ? അവരെ എന്തൊക്കെ ആണ് അവർക്ക് വേണ്ടി ദിവ്യ ചെയ്യുന്നത്? ആക്ച്വലി എനിക്ക് കിട്ടിയ വിശ്വാസം ഇവരിലേക്ക് പകർന്നു കൊടുക്കാൻ എപ്പോഴും ഞങ്ങൾ 2 പേരും ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഇവർ ചോദിക്കും, വിപിൻ ചിലപ്പോൾ പള്ളിയുടെ എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ താമസിച്ചായിരിക്കും വരും. അപ്പോൾ ഇവർ ചോദിക്കും, ഇതന്നെ അപ്പം വരാത്ത, ഇതന്നെ അപ്പം. ഞാൻ പറഞ്ഞു കൊടുക്കും, അപ്പം ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്, അപ്പോൾ അത് ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ട അപ്പയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഇവർ കുരിശ് വരയ്ക്കണം, പിന്നെ ബൈബിൾ വായിച്ചിട്ടേ കിടക്കാവുള്ളൂ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഞാൻ ട്രെയിനിങ് ഉണ്ട്. കാരണം അതുപോലെ തന്നെ ചില സമയത്ത് ഞാൻ ചിന്തിക്കും, കുഞ്ഞുണ്ടായ സമയത്തൊക്കെ ആണെങ്കിൽ, ഇവളുണ്ടായപ്പോഴൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഒരു 1, 2, 3 മാസം ഓഫീസിൽ പോകാൻ തുടങ്ങും. അപ്പം മുതൽ ഞാൻ പള്ളിയിലും പോകാൻ തുടങ്ങും. അപ്പം ചെറിയ കുഞ്ഞിനെ ഇട്ടിട്ട് പള്ളിയിൽ പോകുന്നത് പലപ്പോഴും എൻ്റെ മുന്നിൽ തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ കുഞ്ഞിനെ ഇട്ട് പള്ളിയിൽ പോകുന്നത് ശരിയാണോ? ഞാൻ രാവിലെ പള്ളിയിൽ പോയാൽ പിന്നെ ഓഫീസും കഴിഞ്ഞേ തിരിച്ചു വരത്തുള്ളൂ. അത്രയും നേരം പിള്ളേരെ മാറി നിൽക്കുന്ന, അത് ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ പള്ളിയിൽ ചിലപ്പോൾ പോകണ്ടെന്നങ്ങ് വെക്കണം, കാരണം കുഞ്ഞിൻ്റെ അടുത്തിരിക്കുന്നതല്ല, ദൈവത്തിനെല്ലാം അറിയാമല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തകൾ എൻ്റെ മനസ്സിൽ വന്നാലും ഞാൻ വിചാരിക്കും, ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കണം, സൃഷ്ടിക്കല്ലല്ലോ, സൃഷ്ടാവിനല്ലേ 1ാം സ്ഥാനം കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിക്കും, ഞാൻ അതിന് പോവും, പള്ളിയിൽ പോവും, ബാക്കിയുള്ളത് ദൈവം ശരിയാക്കി തരട്ടെ, ഇതും ദൈവം തന്നതാണല്ലോ. അങ്ങനെ ഞാൻ പള്ളിയിലും ദൈവത്തിന് 1ാം സ്ഥാനം കൊടുത്ത് കുർബാനയ്ക്ക് പോകുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു തടസ്സങ്ങളും പിള്ളേരെ കൊണ്ടുണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് വീട്ടിലാണെങ്കിൽ എനിക്ക് ഹെൽപ്പിന് ആളെ കിട്ടാൻ എനിക്ക് ബുദ്ധിമുട്ടേണ്ട വന്നിട്ടില്ല. എനിക്ക് ബുദ്ധിമുട്ടേണ്ട വന്ന സാഹചര്യങ്ങളിൽ പോലും ദൈവം ഭയങ്കരമായിട്ട് അത്ഭുതം പ്രവർത്തിച്ച സാക്ഷ്യങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ട് പിന്നെയാണ് ജോലിക്കാര്യത്തിലാണെങ്കിലും എനിക്ക് ഓഫീസിലെ ജോലി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യ സമയങ്ങളുണ്ടെങ്കിലും അതൊരു ഭയങ്കര ദൈവത്തിൻ്റെ കരുതലിൽ എനിക്കതിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുക, മറ്റേ സുവിശേഷം പറയുന്നത് പോലെ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിനക്ക് കൂട്ടിച്ചേർക്കപ്പെടും. എൻ്റെ ജീവിതത്തിൽ അതായിരുന്നു, ആ വചനം മാംസം ധരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. അതാണ് എനിക്ക് വളരെ
എനിക്കല്ല, കേൾക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഇപ്പോൾ ഇത് നിങ്ങളുടെ ഓരോ വാക്കിലും സ്ഫുരിക്കുന്ന ദൈവസ്നേഹവും സഭാസ്നേഹവും ഒക്കെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇതെന്നും നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അനേകം നിങ്ങൾ രണ്ടും ചെറുപ്പമാണ്, അനേകം പേരെ സഭയുടെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരിക. കാരണം നമുക്ക് തന്നെ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി കൂദാശ പരിക്രമം ചെയ്യുന്ന സഭയാണ് നമുക്കിങ്ങനെ ഒരു ത്രിത്വമാണെന്ന് പറഞ്ഞു തന്നത്. കൂദാശ പരിക്രമം ചെയ്യുന്ന സഭയാണ് നമുക്ക് ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പറഞ്ഞു തരുന്നത്, വേറെ ഒരിടത്തൊന്നുമല്ല. അപ്പോൾ ആ സഭയുടെ സർവ്വ പ്രവർത്തനങ്ങളിലും എൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ഞാനാണ് സഭ അല്ലേ? സഭ ഒരു കൂദാശയാണ്. ആ കൂദാശയ്ക്കകത്ത് തിരുസഭ തന്നെ കൂദാശയാണ്. ആ കൂദാശയ്ക്കകത്ത് ഏറ്റവും വലിയ റോളുള്ള വ്യക്തിയാണ് ഞാൻ. അത് കുഞ്ഞിലെ തന്നെ കേട്ടൊക്കെ വളരുമ്പം അവർക്കും ഒരിക്കലും സഭയ്ക്കെതിരെ നിൽക്കാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് നിങ്ങളുടെ പ്രയത്നങ്ങളും പ്രാർത്ഥനകളും. ഒരുപക്ഷെ നമുക്കറിയാം, നമ്മുടെ പ്രായമുള്ള പലർക്കും ലോകത്തിൻ്റെ ആഘോഷങ്ങളെ അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. ഈ ആഘോഷമാണ് വലുതെന്ന് അവർ ഓർക്കുന്നുമുണ്ട്. ഏത് ലോകത്തിൻ്റെ എവിടെയാണ്, യൂറോപ്പിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും അവർക്കും നിങ്ങളെപ്പോലെ കൊച്ചുങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടിട്ട് പഠിക്കാൻ പറ്റില്ലേ, നിങ്ങളെപ്പോലെ കാറ്റഗിസത്തിന് സഹായിക്കാൻ പറ്റില്ലേ? എന്താണ് വിപിന് പറയാനുള്ളത്? ശരി, പറഞ്ഞൊരു വലിയ കാര്യമാണ്. അതായത് ദൈവവേല അല്ലെങ്കിൽ നമ്മൾ സുവിശേഷ വേല എന്നൊക്കെ പറയുന്നത് വെറും പ്രസംഗങ്ങളോ അല്ലെങ്കിൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ശുശ്രൂഷ ചെയ്യുക അത് മാത്രമല്ല. ഒരുപാട് മേഖലകൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം ആ മേഖലകൾ ഏതാണെന്നുള്ളത് നമ്മൾ ആദ്യം നമ്മളൊന്ന് വിട്ടുകൊടുക്കണം. അതായത് നമുക്ക് എവിടെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റും. എല്ലാവർക്കും എല്ലാ മേഖലയിലും പ്രവർത്തിക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന മേഖലകളുണ്ട്. ആ മേഖലകളിൽ നമ്മളുടെ കഴിവും പിന്നെ ദൈവത്തിന് നമ്മൾക്ക് സമയം കൊടുക്കാനുള്ള മനസ്സും, നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവം നടത്തും. ഉറപ്പായിട്ടും നമുക്ക് വേണ്ടത് സമയം കൊടുക്കാനുള്ള ഒരു മനസ്സ് മാത്രം. അത് ഏത് ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും എനിക്ക് തോന്നുന്നത് ആ മനസ്സുണ്ടെങ്കിൽ നമുക്ക് ശുശ്രൂഷയിൽ നന്നായിട്ട് ശുശ്രൂഷ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനോടൊപ്പം എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് നമ്മളുടെ വരും തലമുറയുടെ ഒരു കാര്യമാണ്. കാരണം ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ചലഞ്ചസും ഫേസ് ചെയ്യാൻ പോകുന്നത് അത് ആത്മീയ മേഖലയിൽ ഒരു തലമുറയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് അടിയുറച്ച ദൈവവിശ്വാസം എന്താണ്, സഭ എന്താണ്, ദൈവത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസം എന്തിനാണ് എന്നുള്ളത് കൈമാറ്റപ്പെട്ടില്ലെങ്കിൽ അവർക്ക് ഒരു വലിയ ഗ്യാപ്പ് അവരുടെ ലൈഫിലുണ്ടാകും. അത് ഒരിക്കലും സംഭവിക്കരുത്. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അല്ലേ? ഞാൻ ഈ വേദപാഠം 12ാം ക്ലാസ്സിൽ ഞാൻ പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അവർ റിയൽ ലൈഫിലോട്ട് കാലെടുത്ത് വെക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവരോട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഇപ്പോഴും അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്. നമുക്ക് കുറച്ചുകൂടെ ചിന്തിച്ചാൽ നമുക്കറിയാം അടുത്ത തലമുറയിലോട്ട് വരാൻ പോകുന്ന എന്തായിരിക്കും ചലഞ്ചസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു കാര്യം അവർക്ക് നല്ല അടിയുറച്ച വിശ്വാസം, എന്ത് പ്രശ്നങ്ങൾ ചെല്ലുമ്പോഴും അവർക്ക് തിരിഞ്ഞ് ദൈവത്തിലോട്ട് നോക്കാനുള്ള ഒരു കരുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ അനുഭവങ്ങൾ ഇനിയും ഒത്തിരി ഉണ്ട് പറയാൻ. എങ്കിലും നമ്മൾ അവരുടെ ജീവിതം കേൾക്കുകയായിരുന്നു. ഈ ദുബായിൽ ജോലി ചെയ്യുകയും ബിസിനസ് ചെയ്യുകയും മക്കളോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്നതിനിടയ്ക്ക് എല്ലാത്തിനും സമയമുണ്ടെന്ന് അവർ പറഞ്ഞത്. ദൈവത്തിന് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയം മാറ്റിവെച്ചതിൻ്റെ പേരിൽ അവരുടെ ഒരു പ്രോഗ്രാമും മാറിപ്പോയിട്ടില്ല, ഒരു നഷ്ടം ഓർക്കില്ല. അവരെ അനുദിനം ദൈവം വിശ്വാസത്തിലും സ്നേഹത്തിലും എല്ലാത്തിലും വളർത്തുകയാണ് ചെയ്തത്. ഇത് അനേകർക്ക് അനുഗ്രഹമായി മാറട്ടെ. നമ്മുടെ ജീവിതത്തിലും ഈ യൗവനത്തിലിരുന്ന് ദൈവത്തിൻ്റെ നാമം ഏറ്റുപറയാൻ ഇവർക്ക് കിട്ടിയ കൃപ അനേകം യുവജനങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി